ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പായസം തയ്യാറാക്കാം. പാലിൽ വേവിച്ചിട്ടുള്ള അരിമാവും ഏത്തപ്പഴവും കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റി പായസമാണിത്. ഇതുണ്ടാക്കിയെടുക്കാനായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുമാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്താൽ തന്നെ മതിയാവും. ഉപ്പ് ഈ വെള്ളത്തിലേക്ക് അല്പം ഒന്ന് ലയിപ്പിച്ചതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പോളം അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അജ്മിയുടെ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ അരിപ്പൊടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റവ എടുത്താലും നല്ലതാണ്. പുട്ടുപൊടിയോ റവയോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അതുമാത്രമല്ല, കുഴച്ചെടുക്കാനും ഈസിയാണ്. ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം നമുക്കിതിൽ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. മാവൊന്ന് സോഫ്റ്റായി നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ആ ഒരു സമയം വരെ നമുക്കിതുപോലെ തന്നെ ഒന്ന് ചെയ്തു കൊടുക്കാം. 2-3 മിനിറ്റൊക്കെ തന്നെ മതിയാവും. പെട്ടെന്ന് തന്നെ നമുക്കിത് മാവ് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് കിട്ടും. മാവൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ അല്പം നെയ്യ് തടവിയതിന് ശേഷം ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനും പറ്റും. തീരെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിലേക്ക് 3 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. 250 ml 3 കപ്പ് പാലാണ് ഞാനിവിടെ അളന്നെടുത്തിട്ടുള്ളത്. പാല് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിമാവിൻ്റെ ബോൾസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീരെ ചെറുതായിട്ട് നമ്മൾ ബോൾസാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി വരികയും ചെയ്യും. അതുമാത്രമല്ല, പായസം റെഡിയായി വരുന്ന സമയത്ത് ഈ ബോൾസൊക്കെ കുറച്ചുകൂടെ ഒന്ന് വലിപ്പം വെച്ച് വരും. അപ്പോൾ നമ്മൾ വലിയ ബോളായിട്ട് ഉരുട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു ബോൾസൊക്കെ പാലിൽ കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് വരണം. ഈ ഒരു പാലിൻ്റെ ഫ്ലേവറൊക്കെ ഈ ബോൾസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് വരണം. ഇനി ഇതിലേക്ക് 2 നേന്ത്രപ്പഴം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോ പീസും 4ആയി മുറിച്ചിട്ടാണ് ഉള്ളത്. അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പായസത്തിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം എടുക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് പഴുപ്പുള്ള നേന്ത്രപ്പഴം എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പായസം തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് അതങ്ങ് വെന്ത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ പായസം കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം കടിക്കാനായിട്ട് കിട്ടുന്ന തരത്തിലുള്ള നേന്ത്രപ്പഴത്തിൻ്റെ പീസുകളാണ് കേട്ടോ വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ഒരു മീഡിയം രീതിയിൽ പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ സമയം ഫ്ലെയിം ഒന്ന് മീഡിയം ടു ഹൈ ആയി തന്നെ കീപ്പ് ചെയ്യണം. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാവും. ഏത്തപ്പഴവും അരിമാവും അത്യാവശ്യം ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 1 കപ്പോളം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് ശർക്കര 1/4 കപ്പോളം വെള്ളത്തിൽ അലിയിച്ച് പാനിയാക്കി എടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്തും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണിത്. 2 രീതികളിൽ ചെയ്താലും 2 വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു പായസം തന്നെയാണിത്. അരിമാവ് കൊണ്ടുള്ള ഈ ബോൾസും ഏത്തപ്പഴവും ഒന്ന് വെന്ത് കിട്ടുന്നത് വരേക്കും ഇങ്ങനെ തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഈ ബോൾസിലേക്ക് ഈ നന്നായിട്ട് മധുരമൊക്കെ അബ്സോർബായി വരും. അതുവരേക്കും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പം തന്നെ ഏകദേശം ഏത്തപ്പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പെട്ടെന്നൊന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം അരിമാവ് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ പായസം റെഡിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/2 ഗ്ലാസ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. കുറേശ്ശെയായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങ് കട്ടിയായി വരും. നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർക്കുന്നത് പോലെ തന്നെയാണ് അരിമാവും ഇതുപോലെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലെയിം മീഡിയം ടു ലോ ആയി തന്നെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം.
അരിമാവ് മിക്സ് ചെയ്ത് ചേർക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചവ്വരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ചവ്വരി വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പായസത്തിന് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് അത് സഹായിക്കും. നമുക്ക് ഈ പായസം തേങ്ങാപ്പാലിലും ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാലിൽ ചെയ്തെടുക്കുമ്പോൾ നെയ്യിൽ ഏത്തപ്പഴം വഴറ്റിയെടുത്തതിന് ശേഷം ശർക്കര പാനിയിലാണ് ഏത്തപ്പഴവും അരിമാവിൻ്റെ ഈ ബോൾസും വേവിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം അവസാനം മാത്രം തീ അണച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. വളരെയധികം ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ നേന്ത്രപ്പഴം പായസം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു നേന്ത്രപ്പഴം പായസം മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. നമ്മുടെ നേന്ത്രപ്പഴം പായസം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നല്ലൊരു കൊതിപ്പിക്കുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഈ പായസത്തിന് ഒരു ഫ്ലേവർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ ഒരു 4-5 ഏലക്ക നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനിതാ ഈ പായസത്തിലേക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവസാനം ഈ ഏലക്കാപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സൊക്കെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു ഫ്ലേവർ അതിലിങ്ങനെ എപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടാവും. പായസം തയ്യാറായി കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് മൂടി വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ പായസത്തിന് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് അവസാന സ്റ്റെപ്പായിട്ട് നെയ്യിൽ വറുത്തിട്ടുള്ള കാഷ്യൂനട്ടും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും നെയ്യിൽ വറുത്തെടുക്കുന്ന സമയം തേങ്ങാക്കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പായസത്തിൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. വളരെയധികം ഈസിയും ടേസ്റ്റിയുമായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു നേന്ത്രപ്പഴം പായസം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.